Audio Jungle. Audio Jungle. Audio Jungle. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കേരള ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സിലെ ലാബുമായി ബന്ധപ്പെട്ട 5ാമത്തെ ലാബാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത്തരം ലാബുകൾ നമ്മളെ മാത്തമാറ്റിക്സിനോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ലാബുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവരും പഠിക്കണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ലാബ് 5 ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഇവിടെ എയിമായിട്ട് തന്നിരിക്കുന്ന 2 എയിമുകളാണ്. ഒന്നാമത്തെ എയിം ടു കൺസ്ട്രക്റ്റ് ആപ്ലെറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ എമംഗ് വേരിയസ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ലൈക്ക് sin n π/2 ± x with sin x, cos x etc. രണ്ടാമത്തെ എയിം ടു കൺഫേം ദ ഫൈൻഡിങ്സ് ജോമെട്രിക്കലി. അപ്പോൾ നമ്മൾ ലാബ് ചെയ്ത് കഴിയുമ്പോൾ ഈ എയിം അറ്റൈൻ ചെയ്തിരിക്കണം. ഇതാണ് നമുക്ക് ഈ ലാബിൽ ചെയ്യാനുള്ള 2 പ്രധാന പോയിൻറ്സുകൾ. ഈ ആപ്ലെറ്റ് അല്ലെങ്കിൽ ടൂൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്ത കൺസെപ്റ്റ്സ് 2 കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ബൈ മീൻസ് ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ. രണ്ടാമത്തെ കൺസെപ്റ്റ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ലാബ് വർക്ക് ചെയ്തു തുടങ്ങാൻ കഴിയൂ. അല്ലെങ്കിൽ കൺസെപ്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ലാബ് വർക്ക് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ബൈ മീൻസ് ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ. ഞാൻ യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിന്റിനെ പി എന്ന് എടുത്തിട്ട് പിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ എക്സാക്സിലോട്ട് വരച്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ എം എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഒ എം പി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ പിയുടെ കോർഡിനേറ്റ്സ് നോക്കിയാൽ പിയുടെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഒ എം ആണ്. അതുപോലെ വൈ കോർഡിനേറ്റ് എം ബി ആണ്. പിയുടെ കോർഡിനേറ്റ്സ് ഒ എമ്മും എം ബിയും ആണ്. ഇനി ആംഗിൾ ഒ എക്സ് ആണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു പി എം ഡിവൈഡ് ബൈ ഒ പി ആണ്. പി എം ഇവിടെ പിയുടെ വൈ കോർഡിനേറ്റ് ആണ്, ഒ പി 1 യൂണിറ്റ് ആണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റ് ആയിരിക്കും. അതുപോലെ കോസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് ഈക്വൽ ടു ഒ എം ഡിവൈഡ് ബൈ ഒ പി ആണ്. ഒ എം എന്ന് പറയുന്ന പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ഒ പി 1 യൂണിറ്റ് ആണ്. യൂണിറ്റ് സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് 1 യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? കോസ് എക്സ് എന്ന് പറയുന്നത് ഒ എം എന്ന് കിട്ടും. അത് പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സൈൻ വാല്യൂ എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റും കോസ് വാല്യൂ എന്ന് പറയുന്ന പിയുടെ എക്സ് കോർഡിനേറ്റും ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ കൺസെപ്റ്റ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് നമുക്കറിയാം, 2 ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അത്തരം ട്രയാങ്കിൾസിനെ വിളിക്കുന്നവരാ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത 2ഉം ഒരേ ഷേപ്പും ഒരേ സൈസും ആയിരിക്കും. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ആക്ടിവിറ്റി 5.1 sin n π/2 + x. അപ്പം ആക്ടിവിറ്റിയിലേക്ക് കിടക്കാനായിട്ട് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, as in activity
activity 4.1, draw a unit circle centered at the origin with the same initial settings as in activity 4.1. ആക്ടിവിറ്റി 4.1ൽ ആദ്യം ഇനിഷ്യൽ സെറ്റിങ്സ് ആണ്. അവിടെ ഇനിഷ്യൽ സെറ്റിങ്സ്, ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ്, അതിൽ ആംഗിൾ യൂണിറ്റ് എന്നുള്ളത് ഡിഗ്രി മാറ്റി റേഡിയൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ആ വിൻഡോ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇൻപുട്ട് ബാറിനകത്ത് O=0.00 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ഒറിജിൻ കിട്ടി. അടുത്തത് സർക്കിൾ എന്നുള്ള ടൂൾ ബോക്സിനകത്തുനിന്ന് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് സെലക്ട് ചെയ്തു. ഒറിജിനൽ ക്ലിക്ക് ചെയ്തു. റേഡിയസ് 1 യൂണിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ യൂണിറ്റ് സർക്കിൾ കിട്ടി. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ടേക്ക് എ പോയിന്റ് A10, create a slider A with minimum 0 and plot the point P on the circle such as angle AOP equal to A. അപ്പോൾ ആദ്യമേ നമുക്ക് A=10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. അടുത്ത സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലാസ്റ്റ് ടൂൾ ബോക്സിനകത്തുനിന്ന് സ്ലൈഡർ സെലക്ട് ചെയ്തു. ഗ്രാഫിക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്തു. സ്ലൈഡറിന് മിനിമം വാല്യൂ 0 ആക്കി കൊടുത്തു. ഓക്കെ കൊടുത്തു. അടുത്ത ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്തു. എയിൽ ക്ലിക്ക് ചെയ്തു, ഓയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആംഗിൾ ചോദിക്കുന്നു. ആംഗിൾ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് AO A' എന്നുള്ളൊരു ആംഗിൾ കിട്ടി. ഇനി A' മാറ്റിയിട്ട് P ആക്കണം. അപ്പോൾ A' റൈറ്റ് ക്ലിക്ക് കൊടുത്തു, റീനെയിം, അതിൽ P എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ആംഗിൾ AOP എന്ന് പറയുന്നത് A റേഡിയനായിട്ട് നമുക്കൊരു പോയിന്റ് P കിട്ടി. മൂന്നാമത്തെ പോയിന്റ് ക്രിയേറ്റ് ആൻ ഇൻറ്റിജർ സ്ലൈഡർ N വിത്ത് മിനിമം 1 ആൻഡ് മാക്സിമം 8. സെക്കൻഡ് ലാസ്റ്റ് ടൂൾ ബോക്സിനകത്തുനിന്ന് സ്ലൈഡർ സെലക്ട് ചെയ്തു. ഗ്രാഫിക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്തു. ഇൻറ്റിജർ സെലക്ട് ചെയ്തു. അവിടെ മാക്സിമം വാല്യൂ 8 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ N എന്ന പേരിൽ ഒരു സ്ലൈഡർ കിട്ടി. നാലാമത്തെ പോയിന്റ് പ്ലോട്ട് അനദർ പോയിന്റ് Q ഓൺ ദ സർക്കിൾ സച്ച് ദാറ്റ് ആംഗിൾ AOQ ഈക്വൽ ടു N π/2 + A. അതിന് ചെയ്യേണ്ട മെത്തേഡ് പറയുന്നത് യൂസിങ് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ടൂൾ ക്ലിക്ക് ഓൺ A ആൻഡ് O ഇൻ ദാറ്റ് ഓർഡർ ആൻഡ് ഗിവ് N*π/2 + A in the box provided for entering the angle. ഇവിടെ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്തിട്ട് എയിലും പിന്നീട് ഓയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആംഗിൾ ചോദിക്കും. അവിടെ ആംഗിൾ N*pi/2 + A എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് AO A' എന്ന പേരിൽ ഒരു ആംഗിൾ ഫോം ചെയ്തു. നമുക്ക് A' പേര് മാറ്റി Q ആക്കാൻ A' റൈറ്റ് ക്ലിക്ക് കൊടുത്തു, റീനെയിം സെലക്ട് ചെയ്തു, Q എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ AOP ഉണ്ട്, ആംഗിൾ AOQ ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് A ഒബ്സർവ് ദ കോർഡിനേറ്റ്സ് ഓഫ് P ആൻഡ് Q ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ ആ ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ ഞാൻ A1 എന്നെടുത്തു. സ്ലൈഡറിൻ്റെ വാല്യൂ A1 എന്നെടുത്തു. സൈനയുടെ വില കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈനയുടെ വില കിട്ടണമെങ്കിൽ പിയുടെ വൈ കോർഡിനേറ്റ് ആണ് സൈനയുടെ വില. പിയുടെ വൈ കോർഡിനേറ്റ് ഇവിടെ 0.84 ആണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ടേബിൾ സൈനയുടെ വില 0.84 ആണ്. കോസയുടെ വില പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്, അത് 0.54 ആണ്. ഇനി സൈൻ π/2 + A കിട്ടാൻ N1 ആക്കി എടുത്തിട്ട് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് നോക്കിയാൽ മതി. കാരണം ആംഗിൾ AOQ എന്ന് പറയുന്നത് N π/2
പ്ലസ് എ ആണ്. അവിടെ എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് π/2 പ്ലസ് എ ആവുന്നത്. അപ്പോൾ അവിടെ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് സൈനും കോസും തരുന്നത്. അപ്പം സൈൻ π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് ആയിരിക്കും അവിടുത്തെ സൈൻ π/2 പ്ലസ് എ. അത് 0.54 ആണ്. കോസിൻ്റെ π/2 പ്ലസ് എ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അത് -0.84 ആണ്. ഇനി അടുത്ത സൈൻ π പ്ലസ് എ കിട്ടാൻ എന്നിന് 2 എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നെ ഞാൻ 2 ആക്കി എടുത്തു. അപ്പോൾ എന്നെ 2 ആക്കി എടുക്കുമ്പോൾ ആംഗിൾ AOQ എന്ന് പറയുന്നത് 2π/2 പ്ലസ് എ മീൻസ് π പ്ലസ് എ ആവും. അപ്പോൾ സൈൻ π പ്ലസ് എ കിട്ടാൻ ഇപ്പോൾ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് -0.84 ആണ്. അതാണ് സൈൻ π പ്ലസ് എ. അതുപോലെ കോസ് വാല്യൂ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ മതി. അതും -0.54 ആണ്. അടുത്ത എന്നിന് 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ എന്നിന് 3 കൊടുക്കുമ്പോൾ ആംഗിൾ AOQ എന്ന് പറയുന്നത് 3π/2 പ്ലസ് എ ആവും. അപ്പോൾ സൈൻ 3π/2 പ്ലസ് എ കിട്ടാൻ ഇപ്പോൾ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് -0.54 ആണ്. അവിടെ കോസ് കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ മതി. അത് 0.84 ആണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ ടേബിൾ ഫില്ലായി. രണ്ടാമത്തെ കിട്ടാൻ എക്ക് 1.5 എന്നുള്ള വാല്യൂ കൊടുത്തു. എക്ക് 1.5 കൊടുത്തിട്ട് എന്ന് ഞാൻ 1 ആക്കി എടുത്തു. അപ്പോൾ എയുടെ 1.5ൽ സൈനെ എത്ര ആയിരിക്കും? സൈനെ എന്ന് വെച്ചാൽ പിയുടെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. അത് 1 ആണ്. പിയുടെ കോർഡിനേറ്റ്സിൻ്റെ y കോർഡിനേറ്റ് സൈൻ വാല്യൂവും എക്സ് കോർഡിനേറ്റ് 0.07 എന്നുള്ളത് കോസ് വാല്യൂ ആണ്. ഇനി സൈൻ π/2 പ്ലസ് എ കിട്ടണമെങ്കിൽ n 1 ആക്കിക്കൊണ്ട് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് y കോർഡിനേറ്റ് സൈൻ π/2 പ്ലസ് എ തരും. അത് 0.07 ആണ്. കോസ് വാല്യൂ കിട്ടാൻ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ മതി. അത് -1 ആണ്. ഇനി π പ്ലസ് എ കിട്ടാൻ n 2 ആക്കി എടുക്കണം. അപ്പം n 2 ആക്കി എടുത്തു. അപ്പം സൈൻ π പ്ലസ് എ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് -1 ആണ്. കോസ് π പ്ലസ് എ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.07 ആണ്. അടുത്ത n 3 ആക്കി എടുത്തു. അപ്പോൾ 3π/2 പ്ലസ് എ എന്നുള്ളതായി. അപ്പോൾ ആംഗിൾ AOQ എന്നുള്ളത് 3π/2 പ്ലസ് എ ആയി. അവിടെ സൈൻ 3π/2 പ്ലസ് എ കിട്ടണമെങ്കിൽ -0.07 ആണ്. കോസ് വാല്യൂ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കണം. അവിടെ 1 ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തത് ഞാൻ എക്ക് 2 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. എക്ക് 2 കൊടുത്ത് n 1 ആക്കി. അപ്പോൾ എക്ക് 2 കൊടുക്കുമ്പോൾ സൈനെ കിട്ടാൻ പിയുടെ കോർഡിനേറ്റ്സ് 0.91 സൈനെ തരും. പിയുടെ എക്സ് കോർഡിനേറ്റ് -0.42 കോസേ തരും. ഇനി സൈൻ π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. -0.42 സൈൻ π പ്ലസ് എ സൈൻ π/2 പ്ലസ് എ എന്ന് പറയുന്നത് -0.42 ആണ്. കോസ് π/2 പ്ലസ് എ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ എക്സ് കോർഡിനേറ്റ് അത് -0.91 ആണ്. ഇനി സൈൻ π പ്ലസ് എ കിട്ടാൻ n 2 ആക്കി എടുത്തിട്ട് ക്യൂബിൻ്റെ കോർഡിനേറ്റ്സ് -0.91 സൈൻ π പ്ലസ് എ ആണ്. അടുത്ത കോസ് π പ്ലസ് എ എന്ന് പറയുന്ന ക്യൂവിൻ്റെ
എക്സ് കോർഡിനേറ്റ് 0.42 ആണ്. അടുത്ത സൈൻ 3π/2 പ്ലസ് എ കിട്ടാൻ n 3 ആക്കി എടുക്കണം. n 3 ആക്കി എടുത്തു. അപ്പോൾ സൈൻ 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.42 ആണ്. കോസ് 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.91 ആണ്. അടുത്ത നാലാമത്തത് ഞാൻ എയുടെ വാല്യൂ 2.5 എന്നാക്കി. n വീണ്ടും 1 ആക്കി. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് സൈൻ കിട്ടാൻ പിയുടെ വൈ കോർഡിനേറ്റ്, കോസ് കിട്ടാൻ പിയുടെ എക്സ് കോർഡിനേറ്റ്. സൈൻ വാല്യൂ അന്നേരം 0.6 ആണ്. കോസ് വാല്യൂ -0.8 ആണ്. ഇനി സൈൻ π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.8 ആണ്. കോസ് π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.6 ആണ്. ഇനി n 2 ആക്കുമ്പോൾ സൈൻ π പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.6 ആണ്. കോസ് വാല്യൂ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.8 ആണ്. അടുത്ത n 3 കൊടുത്തു. അപ്പോൾ സൈൻ 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.8 ആണ്. കോസ് 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.6 ആണ്. അടുത്ത ഞാൻ എയുടെ വാല്യൂ 3 ആക്കി എടുത്തു. n വീണ്ടും 1 ആക്കി. അപ്പോൾ സൈനെ കിട്ടാൻ പിയുടെ വൈ കോർഡിനേറ്റ് 0.14 ആണ്. കോസെ കിട്ടാൻ പിയുടെ എക്സ് കോർഡിനേറ്റ് -0.99 ആണ്. സൈൻ π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.99 ആണ്. കോസ് വാല്യൂ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.14 ആണ്. n ഞാൻ 2 ആക്കി. n 2 ആക്കിയപ്പോൾ സൈൻ π പ്ലസ് എയുടെ വില കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.14 ആണ്. കോസ് π പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.99 ആണ്. അടുത്ത സൈൻ 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് അത് 0.99 ആണ്. കോസ് 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.14 ആണ്. ഓക്കെ, അടുത്ത ഞാൻ എയുടെ വാല്യൂ 3.5 എന്നെടുത്തു. എ 3.5 ആക്കി. n വീണ്ടും 1 ആക്കി. അപ്പോൾ സൈൻ എന്ന് പറയുന്ന പിയുടെ വൈ കോർഡിനേറ്റ് -0.35. കോസെ കിട്ടാൻ പിയുടെ എക്സ് കോർഡിനേറ്റ് -0.94. സൈൻ π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.94. കോസ് π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.35. അടുത്ത n ഞാൻ 2 ആക്കി. അപ്പോൾ സൈൻ π പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.35. കോസ് π പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.94. അടുത്ത n വാല്യൂ ഞാൻ 3 ആക്കി. 3 ആക്കിയിട്ട് സൈൻ 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.94. കോസ് 3π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.35. വീണ്ടും ഞാൻ എ 4 ആക്കി. n വീണ്ടും 1 ആക്കി. അപ്പോൾ സൈനെ എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റ് -0.76.
കോസ് എ കിട്ടാൻ പിയുടെ എക്സ് കോർഡിനേറ്റ് -0.65, സൈൻ π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.65, കോസ് π/2 പ്ലസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.76, സൈൻ പൈ പ്ലസ് എ കിട്ടാൻ എന്ന് ഞാൻ 2 ആക്കി. അപ്പോൾ കിട്ടുന്ന ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റാണ് സൈൻ പൈ പ്ലസ് എ, അത് 0.76 ആണ്. കോസ് പൈ പ്ലസ് എ എന്ന് പറയുന്ന ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റാണ് 0.65 ആണ്. അടുത്ത എന്നിൻ്റെ വാല്യൂ ഞാൻ 3 ആക്കി. അപ്പോൾ സൈൻ 3π/2 പ്ലസ് എന്ന് പറയുന്ന ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.65 ആണ്. അടുത്ത കോസ് 3π/2 പ്ലസ് എന്ന് പറയുന്ന ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.76 ആണ്. അപ്പോൾ നമ്മുടെ ടേബിൾ ഫില്ലായിട്ടുണ്ട്. ആറാമത്തെ പോയിന്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ ബിറ്റ്വീൻ സൈൻ nπ/2 പ്ലസ് എക്സ് കോസ് nπ/2 പ്ലസ് എക്സ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഫോർ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് n. നമ്മൾ ആ ടേബിൾ നോക്കുമ്പോൾ സൈൻ π/2 പ്ലസ് എ എന്ന് പറയുന്ന കോസ് എ ആണ്. അതുപോലെ കോസ് π/2 പ്ലസ് എ എന്ന് പറയുന്നത് മൈനസ് സൈൻ എ ആണ്. ഇനി സൈൻ പൈ പ്ലസ് എ എന്ന് പറയുന്നത് മൈനസ് സൈൻ എ ആണ്. കോസ് പൈ പ്ലസ് എയുടെ കറസ്പോണ്ടിങ് വാല്യൂ നോക്കുമ്പോൾ മൈനസ് കോസ് എ ആണ്. അതുപോലെ സൈൻ 3π/2 പ്ലസ് എ എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നോക്കുമ്പോൾ അത് മൈനസ് കോസ് എ ആണ്. അതുപോലെ കോസ് 3π/2 പ്ലസ് എ എടുത്ത് നോക്കുമ്പോൾ അത് സൈൻ എ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് സൈൻ π/2 പ്ലസ് എ എന്ന് പറയുന്ന കോസ് എ കിട്ടി, കോസ് π/2 പ്ലസ് എ എന്ന് പറയുന്ന മൈനസ് സൈൻ എ കിട്ടി, സൈൻ പൈ പ്ലസ് എ എന്ന് പറയുന്ന മൈനസ് സൈൻ എ കിട്ടി, കോസ് പൈ പ്ലസ് എ എന്ന് പറയുന്ന മൈനസ് കോസ് എ കിട്ടി, സൈൻ 3π/2 പ്ലസ് എ എന്ന് പറയുന്ന മൈനസ് കോസ് എ കിട്ടി, കോസ് 3π/2 പ്ലസ് എ എന്ന് പറയുന്നത് സൈൻ എ കിട്ടി. ഏഴാമത്തെ പോയിന്റ്, ഡു യു ഒബ്സർവ് എനി പെക്യൂലിയാരിറ്റി ഫോർ ഈവൻ ആൻഡ് ഓഡ് വാല്യൂസ് ഓഫ് n. എന്നിൻ്റെ വാല്യൂ ഈവൻ ആകുമ്പോൾ സെയിം റേഷ്യോ തരുന്നു, എന്നിൻ്റെ വാല്യൂ ഓഡ് ആകുമ്പോൾ കോ ഫംഗ്ഷൻ തരുന്നു. എട്ടാമത്തെ പോയിന്റ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടാൻ nπ/2 പ്ലസ് എക്സ് ആൻഡ് ടാൻ എക്സ്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടാൻ nπ/2 പ്ലസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ആയിരിക്കും ഇഫ് n ഈസ് ഈവൻ. ടാൻ nπ/2 പ്ലസ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ് ആയിരിക്കും ഇഫ് n ഈസ് ഓഡ്. സേവ് ദിസ് ഫയൽ ആസ് ആക്ടിവിറ്റി 5.1. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഈ ഫയലിനെ നമുക്ക് ആക്ടിവിറ്റി 5.1 ആയിട്ട് സേവ് ചെയ്യണം. ഇതിന് ഫയൽ എടുത്തു, സേവ് ആസ് ഓപ്ഷൻ കൊടുത്തു, എന്നിട്ട് ഹോം സെലക്ട് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ നമ്മുടെ സ്വന്തം പേരിലുള്ള ഫോൾഡർ എൻ്റെ സാപ്പി മാക്സ് ആണ്. അവിടെ ലാബ് 5 എന്നുള്ള പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ലാബ് 5 സെലക്ട് ചെയ്തു. അതിനകത്ത് ആക്ടിവിറ്റി 5.1 എന്ന പേരിൽ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ആക്ടിവിറ്റി 5.1 കഴിഞ്ഞു. ഞാൻ നമ്മളെ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. അടുത്ത ആക്ടിവിറ്റി 5.2, സൈൻ nπ/2 മൈനസ് എക്സ്. പ്രൊസീജിയറിൽ ഒന്നാമത്തെ പോയിന്റ്, ആസ് ഇൻ ആക്ടിവിറ്റി 5.1 ഡ്രോ എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ദ ഒറിജിൻ, പ്ലോട്ട് ദ പോയിന്റ്സ് എ ആൻഡ് പി. ഇതിനായിട്ട് ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര, ആദ്യമേ ഇനിഷ്യൽ സെറ്റിങ്സ്, ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ്,
ഡിഗ്രി എന്നുള്ള ആംഗിൾ മാറ്റിയിട്ട് റേഡിയൻ സെലക്ട് ചെയ്ത് കൊടുത്തു. O ഈക്വൽ ടു 0.00 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇനി അടുത്തത് യൂണിറ്റ് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് O സെൻറ്റർ ആക്കിക്കൊണ്ട് റേഡിയസ് 1 ആക്കിക്കൊണ്ട് യൂണിറ്റ് സർക്കിൾ എടുത്തു. എ എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്തു. A ഈക്വൽ ടു 0.10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. അടുത്ത സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. സ്ലൈഡർ സെലക്ട് ചെയ്തു. മിനിമം വാല്യൂ 0 ആക്കി ഓക്കെ കൊടുത്തു. ഇനി ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെലക്ട് ചെയ്തു. എയിൽ ക്ലിക്ക് ചെയ്തു, ഓയിൽ ക്ലിക്ക് ചെയ്തു. ആംഗിൾ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. A' പേര് മാറ്റി പി എന്നാക്കി. രണ്ടാമത്തെ പോയിന്റ്, വൈൽ പ്ലോട്ടിംഗ് Q ഗിവ് ആംഗിൾ ആസ് n π/2 - a. അപ്പോൾ Q എന്ന് പറയുന്ന പോയിന്റ് കൊണ്ടുവരാൻ സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. ഇൻറ്റിജർ സെലക്ട് ചെയ്ത് കൊടുത്തു. മാക്സിമം വാല്യൂ 8 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ n എന്നുള്ള പേരിലൊരു സ്ലൈഡർ കിട്ടി. അടുത്ത നമുക്ക് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെലക്ട് ചെയ്തു. എയിൽ ക്ലിക്ക് ചെയ്തു, ഓയിൽ ക്ലിക്ക് ചെയ്തു. ആംഗിൾ ചോദിച്ചിട്ടുണ്ട്. അവിടെ n സ്റ്റാർ pi/2 - a എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് A' എന്നുള്ള പേരിൽ ഒരു പോയിന്റ് കിട്ടി. അതിനെ റീനെയിം കൊടുത്തു, Q എന്ന് മാറ്റി, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 2 പോയിൻറ്സും നമുക്ക് കിട്ടാൻ നേരത്തെ ചെയ്ത ആക്ടിവിറ്റി 5.1 വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അത് ആക്ടിവിറ്റി 5.2 ആയിട്ട് സേവ് ആസ് ഓപ്ഷനിൽ സേവ് ചെയ്തതിന് ശേഷം ക്യൂയിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ അവിടെ ആംഗിൾ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് n π/2 + a എന്നുള്ളത് മാറ്റി n π/2 - a എന്നാക്കി കൊടുത്താലും മതി. ഇത്രയും സ്റ്റെപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ. പിയുടെയും ക്യൂയുടെയും കോർഡിനേറ്റ്സ് കാണിക്കണം. പിയിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഓബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് എടുത്തു. ഷോ ലേബൽ എന്നുള്ളത് നെയിം ആൻഡ് വാല്യൂ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ ക്യൂവിലും റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. നെയിം ഷോ ലേബൽ എന്നുള്ളത് നെയിം ആൻഡ് വാല്യൂ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. പിയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ പോയിന്റ്, ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എ ഒബ്സർവ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. അപ്പം നമുക്കിവിടെ ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ എക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്തു, n 1 ആക്കി എടുത്തു. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് അവിടുത്തെ പിയുടെ y കോർഡിനേറ്റ് ആണ്, അത് 0.84 ആണ്. കോസ് എന്ന് പറയുന്നത് പിയുടെ x കോർഡിനേറ്റ് ആണ്, അത് 0.54 ആണ്. അതുപോലെ സൈൻ π/2 - a എന്ന് പറയുന്നത് n 1 ആക്കിക്കൊണ്ട് ക്യൂവിൻ്റെ y കോർഡിനേറ്റ് ആണ്. ക്യൂവിൻ്റെ y കോർഡിനേറ്റ് അവിടെ 0.54 ആണ്. അപ്പം സൈൻ π/2 - a 0.54 ആണ്. കോസ് π/2 - a എന്ന് പറയുന്നത് ക്യൂവിൻ്റെ x കോർഡിനേറ്റ് ആണ്, അത് 0.84 ആണ്. ഇനി n ഞാൻ 2 ആക്കിയെടുത്ത് n 2 ആക്കി എടുക്കുമ്പോൾ n π/2 - a എന്നുള്ളത് 2 × π/2 - a, അതായത് π - a ആവും. 2 × π/2 π ആവും. അപ്പോൾ സൈൻ π - a കിട്ടാൻ n 2 ആക്കിക്കൊണ്ട് ക്യൂവിൻ്റെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. അവിടെ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് 0.84 ആണ്. അതുപോലെ കോസ് π - a കിട്ടാൻ ക്യൂവിൻ്റെ x കോർഡിനേറ്റ് അവിടെ -0.54 ആണ്. അടുത്ത n 3 ആക്കി. n 3 ആക്കിയപ്പോൾ നമുക്ക് ആംഗിൾ AOQ എന്നുള്ളത് 3π/2 - a ആയി. 3π/2 - a അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ട.
അപ്പോൾ സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ n 3 ആക്കിക്കൊണ്ട് ക്യൂവിൻ്റെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. അത് -0.54 ആണ്. അതുപോലെ കോസ് 3π/2 മൈനസ് എന്ന് പറയുന്ന ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അത് -0.84 ആണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഞാൻ എയുടെ വാല്യൂ 1.5 ആക്കി. എന്നെ വീണ്ടും 1 ആക്കി. അപ്പോൾ സൈൻ എന്ന് പറയുന്ന പിയുടെ വൈ കോർഡിനേറ്റ് അത് 1 ആണ്. കോസ് എന്ന് പറയുന്ന പിയുടെ എക്സ് കോർഡിനേറ്റ് അത് 0.7 ആണ്, 0.07 ആണ്. സൈൻ π/2 മൈനസ് എ n 1 ആക്കിക്കൊണ്ട് ക്യൂബിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്. അത് 0.07 ആണ്. കോസ് π/2 എന്ന് പറയുന്നത് ഇപ്പോൾ ക്യൂബിൻ്റെ എക്സ് കോർഡിനേറ്റ് അത് 1 ആണ്. അടുത്ത n ഞാൻ 2 ആക്കി. n 2 ആക്കിയിട്ട് സൈൻ π-a കിട്ടാൻ ഇപ്പോൾ കിട്ടിയ n 2 ആക്കിയതിന് ശേഷമുള്ള ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് അത് 1 ആണ്. അതുപോലെ കോസ് π-a കിട്ടാൻ n 2 ആക്കിക്കൊണ്ട് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് അത് -0.07 ആണ്. അടുത്തത് സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ n ഞാൻ 3 ആക്കി. അതിനുശേഷം ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് അത് -0.07 ആണ്. അതുപോലെ കോസ് 3π/2 മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് അത് -1 ആണ്. അടുത്ത മൂന്നാമത്തത് ഞാൻ എയുടെ വാല്യൂ 2 ആക്കുന്നു. എയുടെ വാല്യൂ 2 ആക്കി വീണ്ടും n ഞാൻ 1 ആക്കി. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റ് 0.91, കോസ് എന്ന് പറയുന്ന പിയുടെ എക്സ് കോർഡിനേറ്റ് -0.42. അതുപോലെ സൈൻ π/2 മൈനസ് എന്ന് പറയുന്ന ക്യൂബിൻ്റെ വൈ കോർഡിനേറ്റ് -0.42 ആണ്. കോസ് π/2 മൈനസ് എന്ന് പറയുന്ന ക്യൂബിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.91 ആണ്. ഇനി സൈൻ π-a കിട്ടാൻ n 2 ആക്കിക്കൊണ്ട് ക്യൂബിൻ്റെ വൈ കോർഡിനേറ്റ് അത് 0.91 ആണ്. കോസ് π-a കിട്ടാൻ ക്യൂബിൻ്റെ എക്സ് കോർഡിനേറ്റ് അത് 0.42 ആണ്. അടുത്ത സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ n 3 ആക്കിക്കൊണ്ട് ക്യൂബിൻ്റെ വൈ കോർഡിനേറ്റ് അത് 0.42 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് കോസ് 3π/2 മൈനസ് എ തരും. അത് -0.91 ആണ്. അടുത്ത ഞാൻ എയുടെ വാല്യൂ 2.5 ആക്കി. n വീണ്ടും 1 ആക്കി. അപ്പോൾ സൈൻ എന്ന് പറയുന്ന പിയുടെ വൈ കോർഡിനേറ്റ് 0.6, കോസ് എന്ന് പറയുന്ന പിയുടെ എക്സ് കോർഡിനേറ്റ് -0.8. അതുപോലെ സൈൻ π/2 മൈനസ് എന്ന് പറയുന്നത് n 1 ആക്കിക്കൊണ്ട് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് -0.8. അതിൻ്റെ കറസ്പോണ്ടിങ് കോസ് കിട്ടാനായിട്ട് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.6. അടുത്ത n ഞാൻ 2 ആക്കി. n 2 ആക്കുമ്പോൾ സൈൻ π-a കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.6, കോസ് കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.8. അടുത്ത n ഞാൻ 3 ആക്കി. അപ്പോൾ സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് 0.8. അവിടെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് കോസിനെ തരും -0.6. അടുത്ത ഞാൻ എയുടെ വാല്യൂ 3 ആക്കി. n വീണ്ടും 1 ആക്കി. അപ്പോൾ നമുക്ക് സൈൻ എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റ് 0.14, കോസ് എന്ന് പറയുന്നത് പിയുടെ എക്സ് കോർഡിനേറ്റ് -0.99, സൈൻ π/2 മൈനസ് എ കിട്ടാൻ ക്യൂബിൻ്റെ വൈ കോർഡിനേറ്റ് -0.99, കോസ് π/2 മൈനസ് എ കിട്ടാൻ ക്യൂബിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.14. അടുത്ത n ഞാൻ 2 ആക്കി.
അപ്പോൾ സൈൻ പൈ മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് 0.14, കോസ് വാല്യൂ കിട്ടാം കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് 0.99. വീണ്ടും എന്നെ ഞാൻ 3 ആക്കി. അപ്പോൾ സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ ക്യൂബിൻ്റെ y കോർഡിനേറ്റ് 0.99, കോസ് വാല്യൂ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.14. അടുത്ത ഞാൻ എയുടെ വാല്യൂ 3.5 ആക്കി. എന്നെ വീണ്ടും 1 ആക്കി. അപ്പോൾ സൈൻ എന്ന് പറയുന്ന പിയുടെ y കോർഡിനേറ്റ് -0.35, കോസ് കിട്ടാൻ മൈനസ് എക്സ് കോർഡിനേറ്റ് -0.94. അതുപോലെ സൈൻ π/2 മൈനസ് എ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് -0.94, കോസ് വാല്യൂ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് -0.35. എന്നെ ഞാൻ 2 ആക്കി. അപ്പോൾ അവിടെ സൈൻ π മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് -0.35, കോസ് വാല്യൂ കിട്ടാൻ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് 0.94. എന്നെ ഞാൻ വീണ്ടും 3 ആക്കി. അപ്പോൾ സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് 0.94, കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂ തരും 0.35. ആൻഡ് അടുത്ത എക്ക് ഞാൻ 4 കൊടുത്തു. എന്നെ വീണ്ടും ഞാൻ 1 ആക്കിയെടുത്തു. അപ്പോൾ സൈൻ എ എന്ന് പറയുന്ന പിയുടെ y കോർഡിനേറ്റ് -0.76 ആണ്, കോസ് വാല്യൂ പിയുടെ എക്സ് കോർഡിനേറ്റ് 0.65 ആണ്. സൈൻ π/2 മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ y കോർഡിനേറ്റ് -0.65 ആണ്, കറസ്പോണ്ടിങ് കോസ് വാല്യൂ കിട്ടാൻ എക്സ് കോർഡിനേറ്റ് -0.76 ആണ്. എന്നെ ഞാൻ 2 ആക്കിയെടുത്ത്. സൈൻ π മൈനസ് എ കിട്ടാൻ ക്യൂബിൻ്റെ y കോർഡിനേറ്റ് -0.76 ആണ്, കറസ്പോണ്ടിങ് കോസ് വാല്യൂ 0.65 എക്സ് കോർഡിനേറ്റ്. അടുത്ത എന്നെ ഞാൻ 3 ആക്കിയെടുത്തു. സൈൻ 3π/2 മൈനസ് എ കിട്ടാൻ ക്യൂബിൻ്റെ y കോർഡിനേറ്റ് 0.65, കോസ് 3π/2 മൈനസ് എ കിട്ടാൻ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് 0.76. ഓക്കെ, നമ്മുടെ ടേബിൾ ഫില്ലായിട്ടുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ ബിറ്റ്വീൻ സൈൻ nπ/2 മൈനസ് എക്സ് കോസ് nπ/2 മൈനസ് എക്സ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഫോർ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് n. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് സൈൻ π/2 മൈനസ് എ ഈക്വൽ ടു ടേബിളിൻ്റെ വാല്യൂ നോക്കുമ്പോൾ സൈൻ π/2 മൈനസ് എയും കോസ് എയും തുല്യമായിട്ട് വരും. അടുത്തത് കോസ് π/2 മൈനസ് എ സൈൻ എക്ക് തുല്യമാണ്, അത് സൈൻ എക്ക് തുല്യമാണ്. അടുത്ത സൈൻ π മൈനസ് എ നോക്കാം. സൈൻ π മൈനസ് എക്ക് തുല്യമായിട്ട് വരുന്നത് സൈൻ എ തന്നെയാണ്, അത് സൈൻ എ ആണ്. കോസ് π മൈനസ് എ എടുത്താൽ മൈനസ് കോസ് എ ആണ്. അടുത്ത സൈൻ 3π/2 മൈനസ് എ എടുത്താൽ സൈൻ 3π/2 മൈനസ് എക്ക് തുല്യമായിട്ട് വരുന്നത് മൈനസ് കോസ് എ ആണ്. അതുപോലെ കോസ് 3π/2 മൈനസ് എക്ക് തുല്യമായിട്ട് വരുന്നത് മൈനസ് സൈൻ എ ആണ്. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞ് സൈൻ π/2 മൈനസ് എ എന്ന് പറയുന്ന കോസ് എ ആണ്, കോസ് π/2 മൈനസ് എ എന്ന് പറയുന്ന സൈൻ എ ആണ്, സൈൻ π മൈനസ് എ എന്ന് പറയുന്ന സൈൻ എ ആണ്, കോസ് π മൈനസ് എ എന്ന് പറയുന്ന മൈനസ് കോസ് എ ആണ്, സൈൻ 3π/2 മൈനസ് എ എന്ന് പറയുന്ന മൈനസ് കോസ് എ ആണ്, കോസ് 3π/2 മൈനസ് എ എന്ന് പറയുന്നത് മൈനസ് സൈൻ എ ആണ്. ആറാമത്തെ പോയിന്റ്, ഡു യു ഒബ്സർവ് എനി പെക്യൂലിയാരിറ്റി ഫോർ ഈവൻ ആൻഡ് ഓഡ് വാല്യൂസ് ഓഫ് n.
അപ്പോൾ എന്നിൻ്റെ ഓഡ് വാല്യൂസിൽ ട്രിഗണോമെട്രിക് റേഷ്യോ അതിൻ്റെ കോ ഫംഗ്ഷനിലോട്ട് മാറുന്നു. എന്നിൻ്റെ ഈവൻ വാല്യൂസിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ ആയി നിൽക്കുന്നു. അപ്പോൾ ഈവൻ ആവുമ്പോൾ ഈവൻ ആവുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സെയിം ഫംഗ്ഷനായിട്ട് നിൽക്കുകയും എന്നിൻ്റെ വാല്യൂ ഓഡ് ആകുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിൻ്റെ കോ ഫംഗ്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഏഴാമത്തെ പോയിന്റ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടാൻ n π/2 - x ആൻഡ് ടാൻ x? ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ സൈൻ π/2 - a അതുപോലെ കോസ് π/2 - എയുടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കോസ് a/sin a, അപ്പോൾ അത് കോട്ടയെന്ന് കിട്ടും. അതായത് ടാൻ π/2 - a എന്ന് പറയുന്ന കോട്ടയായിരിക്കും. ഇതേപോലെ നമ്മൾ ചെയ്താൽ ടാൻ π - a എന്ന് പറയുന്നത് മൈനസ് ടാൻ എ ആയിരിക്കും. ടാൻ 3π/2 - a എന്ന് പറയുന്നത് വീണ്ടും കോട്ടയായിരിക്കും. എട്ടാമത്തെ പോയിന്റ്, സേവ് ദിസ് ഫയൽ ആസ് ആക്ടിവിറ്റി 5.2. അപ്പോൾ ഇത് 5.2 എന്നുള്ള പേരിൽ നമുക്ക് സേവ് ചെയ്യാം. അതിന് ഫയലെടുത്ത് സേവ് ആസ് കൊടുത്തു. ലാബ് 5ൽ ഫയൽ നെയിം ആക്ടിവിറ്റി 5.2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് കൊടുത്തു. ആക്ടിവിറ്റി 5.3 ജോമെട്രിക്കൽ പ്രൂഫ്. പ്രൊസീജിയർ പറയുന്നത് യൂസ് ആപ്ലെറ്റ് ML 5.3. ഇപ്പോൾ ആപ്ലെറ്റ് ഓപ്പൺ ചെയ്തു. ഈ ആപ്ലെറ്റ് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ നൽകുന്നതായിരിക്കും. അത് നിങ്ങളുടെ സ്വന്തം പേരിലുള്ള ഫോൾഡറിൽ ലാബ് 5 എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ ആക്ടിവിറ്റി 5.1ഉം ആക്ടിവിറ്റി 5.2ഉം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിലോട്ട് ഈ ആപ്ലെറ്റും കൂടെ സേവ് ചെയ്യണം. About the applet, using the slider X, we can rotate the point P by an angle X along the unit circle. Using the buttons, we can select the rotation of the point Q as pi plus x, pi minus x, pi/2 plus x, etc. ഇവിടെ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് യൂണിറ്റ് സർക്കിളിലൂടെ പിയുടെ പൊസിഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാനാണ് നമുക്ക് സ്ലൈഡർ തന്നിരിക്കുന്നത്. അടുത്ത പോയിന്റ് പറയുന്ന ആംഗിൾസ്, തന്നിരിക്കുന്ന ആംഗിൾസ് ക്യൂവിനെ മൂവ് ചെയ്യിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ആപ്ലെറ്റ് ട്രൈ ടു ഗിവ് എ ജോമെട്രിക്കൽ പ്രൂഫ് ഓഫ് ദ റിസൾട്ട് ദാറ്റ് വി ഫൗണ്ട് ഓൺ ആക്ടിവിറ്റി 5.1 to ആക്ടിവിറ്റി 5.2. ഇവിടെ തന്നിരിക്കുന്ന ഹിൻഡ്, യൂസ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ ഈ ആപ്ലെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആക്ടിവിറ്റി 5.1ലും ആക്ടിവിറ്റി 5.2ലും വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആപ്ലെറ്റ് നമ്മൾ 5.3 ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഐഡിയ എന്ന് പറയുന്ന കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ കൺസെപ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം നമുക്ക് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്തുവാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ OAPയും ട്രയാങ്കിൾ OBQവും. ഇനി ഞാനിവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ട്രയാങ്കിൾ OAP മാത്രമായി ട്രയാങ്കിൾ OBQ കാണാനില്ല. അതായത് ട്രയാങ്കിൾ OBQ ട്രയാങ്കിൾ OAPയുടെ ബാക്കിൽ നിൽപ്പുണ്ട്. അത് രണ്ടും ഒരേ സൈസും ഒരേ ഷേപ്പും ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാത്തത്. അതായത് ഒരേ സൈസും ഒരേ ഷേപ്പും ആണെങ്കിൽ അത്തരം ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പം ട്രയാങ്കിൾ OAPയും ട്രയാങ്കിൾ OBQവും കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് OA എന്ന് പറയുന്ന സൈഡ് OBക്ക് തുല്യമായിരിക്കും, AP എന്ന് പറയുന്ന സൈഡ് BQവിന് തുല്യമായിരിക്കും, OP എന്ന് പറയുന്ന സൈഡ്
ഒ ക്യൂവിന് തുല്യമായിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ഒ പി എന്ന് പറയുന്ന ആംഗിൾ ബി ഒ ക്യു ആയിരിക്കും. ആംഗിൾ ഒ എ പി എന്ന് പറയുന്ന ആംഗിൾ ഒ ബി ക്യു ആയിരിക്കും. ആംഗിൾ ഒ പി എന്ന് പറയുന്ന ആംഗിൾ ഒ ക്യു ബി ആയിരിക്കും. അങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആവും. ഞാൻ പൈ മൈനസ് എക്സ് എന്നുള്ള ആംഗിൾ സെലക്ട് ചെയ്ത് തൽക്കാലം ക്യൂവിനെ ഒന്ന് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ പിയിലെ കോർഡിനേറ്റ്സ് നോക്കിയാണ്. പിയുടെ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഒ എയും വൈ കോർഡിനേറ്റ് എ പിയും ആണ്. പിയുടെ എക്സ് കോർഡിനേറ്റ് ഒ എയും വൈ കോർഡിനേറ്റ് എ പിയുമാണ്. ഇനി ട്രയാങ്കിൾ ഒ എ പി എന്ന് കോസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഒ എ ഡിവൈഡ് ബൈ ഒ പി ആണ്. ഒ പി 1 യൂണിറ്റ് ആണ്, യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട്. അതുകൊണ്ട് കോസ് എക്സിൻ്റെ വാല്യൂ ഒ എന്ന് കിട്ടും. അപ്പോൾ ഒ എ ഈക്വൽ ടു നമുക്ക് കോസ് എക്സ് എന്ന് കിട്ടും. അതുപോലെ സൈൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ എ പി ഡിവൈഡ് ബൈ ഒ പി എന്ന് കിട്ടും. ഒ പി 1 ആയതുകൊണ്ട് സൈൻ എക്സ് ഈക്വൽ ടു എ പി എന്ന് കിട്ടും. അപ്പം പിയുടെ എക്സ് കോർഡിനേറ്റ് ഒ എ ആയിരുന്നു, വൈ കോർഡിനേറ്റ് എ പി ആയിരുന്നു. അതിൻ്റെ വാല്യൂ മാറിയിട്ട് ഇപ്പോൾ ഒ എ കോസ് എക്സും ആയി, എ പി സൈൻ എക്സും ആയി. അപ്പം പിയുടെ പോളാർ കോർഡിനേറ്റ്സ് കോസ് എക്സ് സൈൻ എക്സ് എന്നാണ്. പിയുടെ പോളാർ കോർഡിനേറ്റ്സ് കോസ് എക്സ് സൈൻ എക്സ് എന്നാണ്. അപ്പം നമുക്ക് അതൊന്ന് കുറിച്ച് വെക്കണം. ഇത്രയും കാര്യങ്ങളൊന്ന് കുറിച്ച് വെക്കാം. ഒ എ ഈക്വൽ ടു കോസ് എക്സ് ആണ്, എ പി ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അതുപോലെ പിയുടെ പോളാർ കോർഡിനേറ്റ്സ് കോസ് എക്സ് സൈൻ എക്സ് എന്നാണ്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഒ എ പിയും ഒ ബി ക്യൂവും കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് ഒ ബി ഈക്വൽ ടു ഒ എ ആണെന്ന് പറഞ്ഞു. അപ്പം ഒ ബി ഈക്വൽ ടു ഒ എ ആണ്. ഒ എയുടെ വാല്യൂ കോസ് എക്സ് ആണ്. അപ്പോൾ ഒ ബി എന്തായിരിക്കും? ഒ ബിയും കോസ് എക്സ് ആയിരിക്കും. അതുപോലെ ബി ക്യൂ എന്ന് പറയുന്നത് എ പി ആണ്. എ പിയുടെ വാല്യൂ സൈൻ എക്സ് ആയതുകൊണ്ട് ബി ക്യൂവും സൈൻ എക്സ് ആയിരിക്കും. ആംഗിൾ എ ഒ പി എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡുമായിട്ട് എക്സ് ആംഗിൾ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് പിയുടെ കോർഡിനേറ്റ്സ് കോസ് എക്സും സൈൻ എക്സും കിട്ടുന്നത്. അതുപോലെ ആംഗിൾ എ ഒ ക്യു എക്സിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് ഏത് ആംഗിൾ ഫോം ചെയ്യുന്നോ അതിൻ്റെ കറസ്പോണ്ടിങ് കോസ് വാല്യൂ ആയിരിക്കും ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ്. അതുപോലെ ആംഗിൾ എ ഒ ക്യൂവിൻ്റെ കറസ്പോണ്ടിങ് സൈൻ വാല്യൂ ആയിരിക്കും ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആക്ടിവിറ്റി 5.1 കിട്ടിയ റിസൾട്ടും ആക്ടിവിറ്റി 5.2 കിട്ടിയ റിസൾട്ടും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്തത് ക്യൂവിൻ്റെ ഡിഫറൻറ്റ് ആംഗിൾ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതാം. ആദ്യമായിട്ട് ഞാൻ π/2 പ്ലസ് എക്സ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈഡ് ഓഫ് ദ എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ π/2 പ്ലസ് എക്സ് ആയതുകൊണ്ട് ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് π/2 പ്ലസ് എക്സ് സൈൻ π/2 പ്ലസ് എക്സ് ആണ്. ആ വാല്യൂ നമുക്ക് ഒ എയും എ പിയും വെച്ച് എങ്ങനെ വരുമെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒ ബിയും ബി ക്യൂവും വെച്ച് എങ്ങനെ വരുമെന്ന് നോക്കാം. ക്യൂബിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ ബി ക്യൂ ആണ്. എക്സിൻ്റെ നെഗറ്റീവ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് അത് മൈനസ് ബി ക്യൂ എന്ന് എടുക്കാം. ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് ബി ക്യൂ ആണ്. അത് എ പിക്ക് തുല്യമാണ്. ബി ക്യൂ എ പിക്ക് തുല്യമാണ്. അതുകൊണ്ട് മൈനസ് എ പി ആണ്. അതായത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പം ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് മൈനസ് സൈൻ എക്സും. വൈ കോർഡിനേറ്റ് ഒ ബി ആണ്. ഒ ബി ഒ എക്ക് തുല്യമാണ്. ഒ എ കോസ് എക്സ് ആണ്. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്തോ വരും? കോർഡിനേറ്റ്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് π/2 പ്ലസ് എക്സ് ആണ്. സൈൻ π/2 പ്ലസ് എക്സ് ആണ്. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ക്യൂബിൻ്റെ പോളാർ കോർഡിനേറ്റ്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഓക്കെ, നമുക്ക് ആ റിസൾട്ട് കിട്ടി. അടുത്ത നമുക്ക് നോക്കേണ്ടത് പൈ പ്ലസ് എക്സ് എടുത്ത് നോക്കാം. ഞാൻ പൈ പ്ലസ് എക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ക്യൂ തേർഡ് ക്വാഡ്രൻറ്റിൽ വന്ന് അപ്പോൾ ആംഗിൾ എ ഒ ക്യൂ എന്ന് പറയുന്ന പൈ പ്ലസ് എക്സ് ആയി. അപ്പോൾ ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് പൈ പ്ലസ് എക്സ്
സൈൻ പൈ പ്ലസ് എക്സ് ആണ്. ഇനി നമുക്ക് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കാം. എക്സ് കോർഡിനേറ്റ് ഒ ബി ആണ്. ഒ ബി നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് മൈനസ് ഒ ബി ആണ്. മൈനസ് ഒ ബി എന്ന് പറയുന്നത് മൈനസ് ഒ എക്ക് തുല്യമാണ്, അതായത് മൈനസ് കോസ് എക്സ് ആണ്. അതുപോലെ വൈ കോർഡിനേറ്റ് ബി ക്യു ആണ്. മൈനസ് ബി ക്യു വരും. ബി ക്യു എ പിക്ക് തുല്യമാണ്, എ പി സൈൻ എക്സ് ആണ്. അപ്പം ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും? ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് പൈ പ്ലസ് എക്സും സൈൻ പൈ പ്ലസ് എക്സും ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് കോസ് എക്സും മൈനസ് സൈൻ എക്സും ആണ്. അപ്പം കോസ് പൈ പ്ലസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് കോസ് എക്സ് ആണ്. സൈൻ പൈ പ്ലസ് എക്സ് എന്ന് വെച്ചാൽ മൈനസ് സൈൻ എക്സ് ആണ്. അടുത്തത് ഞാൻ 3π/2 പ്ലസ് എക്സ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്യൂവിൻ്റെ പൊസിഷൻ ഫോർത്ത് ക്വാഡ്രന്റിൽ വന്ന് അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എ ഒ ക്യൂ 3π/2 പ്ലസ് എക്സ് ആയതുകൊണ്ട് ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് 3π/2 പ്ലസ് എക്സും സൈൻ 3π/2 പ്ലസ് എക്സും ആണ്. ഇനി നമുക്ക് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നോക്കാം. ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് ബി ക്യു ആണ്. ബി ക്യു എന്ന് പറയുന്നത് എ പിക്ക് തുല്യമാണ്, എ പി സൈൻ എക്സ് ആണ്. അപ്പോൾ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് സൈൻ എക്സ് ആണ്. ഇനി ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് ഒ ബി ആണ്. ഒ ബി ഒ എക്ക് തുല്യമാണ്. ഇനി വൈയുടെ നെഗറ്റീവ് പാർട്ട് ആയതുകൊണ്ട് മൈനസ് ഒ എ ആണ്. ഒ എയുടെ വാല്യൂ കോസ് എക്സ് ആയതുകൊണ്ട് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് 3π/2 പ്ലസ് എക്സും സൈൻ 3π/2 പ്ലസ് എക്സും ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് സൈൻ എക്സും മൈനസ് കോസ് എക്സും ആണ്. അപ്പം നമുക്ക് കിട്ടുന്നത് കോസ് 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആയിരിക്കും. സൈൻ 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആയിരിക്കും. π/2 മൈനസ് എക്സ് എടുത്തപ്പോൾ ക്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്ന് ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് π/2 മൈനസ് എക്സും സൈൻ π/2 മൈനസ് എക്സും ആണ്. അത് സൈൻ എക്സ് ആണ്. വൈ കോർഡിനേറ്റ് ഒ ബി ആണ്, അത് ഒ എക്ക് തുല്യമാണ്, അത് കോസ് എക്സ് ആണ്. അപ്പം ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. അപ്പം കോസ് π/2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ് ആണ്. സൈൻ π/2 മൈനസ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ് ആണ്. അടുത്ത പൈ മൈനസ് എക്സ് എടുക്കുന്നു. അപ്പോൾ ക്യൂ സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്ന് അവിടെ ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് പൈ മൈനസ് എക്സും സൈൻ പൈ മൈനസ് എക്സും ആണ്. ഇനി ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് മൈനസ് ഒ ബി ആണ്. മൈനസ് ഒ ബി എന്ന് വെച്ചാൽ മൈനസ് ഒ എക്ക് തുല്യമാണ്, അതായത് മൈനസ് കോസ് എക്സ് ആണ്. ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് ബി ക്യു ആണ്, അത് എ പിക്ക് തുല്യമാണ്, അതുകൊണ്ട് സൈൻ എക്സ് ആണ്. അപ്പോൾ ക്യൂവിൻ്റെ പോളാർ കോർഡിനേറ്റ്സ് കോസ് പൈ മൈനസ് എക്സും സൈൻ പൈ മൈനസ് എക്സും ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് കോസ് എക്സും സൈൻ എക്സും ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ഓക്കെ, അടുത്തത് ഞാൻ 3π/2 മൈനസ് എക്സ് എടുക്കുന്നു. അപ്പോൾ ക്യൂ തേർഡ് ക്വാഡ്രന്റിൽ വന്ന് ആംഗിൾ ഫോം ചെയ്യുന്നത് 3π/2 മൈനസ് എക്സ് ആയതുകൊണ്ട് അവിടുത്തെ പോളാർ കോർഡിനേറ്റ്സ് കോസ് 3π/2 മൈനസ് എക്സും സൈൻ 3π/2 മൈനസ് എക്സും ആണ്. ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് ബി ക്യു ആണ്, അത് മൈനസ് എ പി ആണ്, അതായത് മൈനസ് സൈൻ എക്സ് ആണ്. ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് മൈനസ് ഒ ബി ആണ്. മൈനസ് ഒ ബി എന്ന് പറയുന്നത് മൈനസ് ഒ എക്ക് തുല്യമാണ്, അതുകൊണ്ട് അത് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് 3π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ 3π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 5.1ലും ആക്ടിവിറ്റി 5.2ലും കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ ഈ ആപ്ലെറ്റ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്തു. കിട്ടിയ റിസൾട്ടുകളെല്ലാം കറക്റ്റാണ് എന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലെറ്റുകൾ റിസൾട്ടുകൾ അനലൈസ് ചെയ്യാനും
പുതിയ റിസൾട്ടുകൾ കണ്ടെത്താനും ഒരുപാട് സഹായിക്കുന്ന ആപ്ലെറ്റുകളാണ്. ഈ ലാബ് വർക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ലാബ് വർക്ക് നല്ലതുപോലെ ചെയ്യണം, നല്ലതുപോലെ മനസ്സിലാക്കണം. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ ഈ ലാബ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.